മാത്യു കുഴൽനാടന്റെയും മുഹമ്മദ് ഷിയാസിന്റെയും ജാമ്യ ഹർജിയിൽ വിധി നാളെയാണ്. അതേസമയം പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിലും നാളെ കോതമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയും. ശ്യാം ദേവരാജ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്യാം, എന്തൊക്കെയായിരുന്നു പ്രധാനമായും ഈ കോടതിയിൽ ഉയർന്നിരുന്ന വാദങ്ങൾ? എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മാത്യു കുഴൽനാടനെയും ഒപ്പം മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള 14 പ്രതികളെയും കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്? ഏതാണ്ട് 15 മിനിറ്റോളമാണ് കോതമംഗലം മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾ നീണ്ടത്. പ്രോസിക്യൂഷന്റെയും കോൺഗ്രസ് നേതാക്കളുടെ അഭിഭാഷകന്റെയും വാദമാണ് കോടതി കേട്ടത്, മജിസ്ട്രേറ്റ് കേട്ടത്. ഇതിൽ ജുഡീഷ്യൽ കസ്റ്റഡിയോ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയോ ആവശ്യമില്ല എന്ന കാര്യമാണ് കോൺഗ്രസ് നേതാക്കളുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഈ കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഉയർത്തുകയും ചെയ്തത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി നടന്ന സംഭവങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു കുറ്റകൃത്യം എന്ന നിലയിൽ എന്തെങ്കിലും ഒരു കുറ്റകരമായ ഉദ്ദേശത്തോടുകൂടി നടത്തിയ എന്തെങ്കിലും ഒരു കാര്യമല്ല. പോലീസ് ഉച്ചയ്ക്ക് ശേഷം ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്ത് നിന്നും മൃതദേഹം കൊണ്ടുപോയി. അതിനുശേഷം മറ്റുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ പോലീസ് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത്. കുറ്റങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയാണ് പോലീസ് ഇത്തരമൊരു കേസ് രജിസ്റ്റർ ചെയ്തത് എന്ന കാര്യവും കോൺഗ്രസ് നേതാക്കളുടെ, പ്രത്യേകിച്ചും മാത്യു കുഴൽനാടന്റെയും DC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെയും അഭിഭാഷകർ കോടതിയെ അറിയിക്കുകയും ചെയ്തു. ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രതിഷേധമുണ്ടായത് എന്ന കാര്യവുമാണ് പ്രതിഭാഗം അഭിഭാഷകർ കൂട്ടിച്ചേർക്കുകയും ചെയ്തത്. ഇതിൽ ഡിവൈഎസ്പി, അതായത് പോലീസ് ഇവരെ 2 ദിവസം കസ്റ്റഡിയിൽ വേണം എന്ന കാര്യമാണ് ആവശ്യപ്പെടുന്നതെന്ന് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ വ്യക്തമാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഡിവൈഎസ്പി, കോതമംഗലം ഡിവൈഎസ്പി ധിക്കാരപരമായ സ്വരത്തിലാണ് എപ്പോഴും പെരുമാറുന്നത്. അക്കാര്യം പറയേണ്ട എന്ന് വെച്ചതാണ്. പക്ഷേ കോടതിയിൽ അത് പറയാൻ നിർബന്ധിതനായി എന്നും മാത്യു കുഴൽനാടന്റെ അഭിഭാഷകൻ കോടതിയിൽ ഒരു വേള കടുത്ത വാക്കുകളാൽ തന്നെ അത്തരമൊരു വിമർശനം കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. പോലീസ് 2 ദിവസത്തേക്കാണ് ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട അപേക്ഷ നൽകിയത്. ഇന്നു മുതൽ 2 ദിവസത്തേക്കായിരുന്നു കസ്റ്റഡി അപേക്ഷ നൽകിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ പുലർച്ചെ തന്നെ അവരെ ഹാജരാക്കുമ്പോൾ, മാത്യു കുഴൽനാടനെയും മുഹമ്മദ് ഷിയാസിനെയും ഹാജരാക്കുമ്പോൾ അവർക്കൊരു ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. ആ ഇടക്കാല ജാമ്യം നൽകിയതുകൊണ്ട് തന്നെ ആ ഇടക്കാല ജാമ്യം നാളെ വരെ തുടരും. നാളെ വരെ തുടരാനുള്ള കാരണം ഇവരുടെ ജാമ്യാപേക്ഷയിലും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിലും കോടതി ഇന്ന് തീരുമാനമെടുത്തിട്ടില്ല. നാളെ ആയിരിക്കും അക്കാര്യത്തിൽ വിധി പറയുക എന്ന സാഹചര്യത്തിലാണ്. ഇതിൽ പോലീസ് ഒരു റിപ്പോർട്ട് ഇന്ന് ഈ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് കോടതിയിൽ നൽകിയിരുന്നു. ആ കോടതിയിൽ നൽകിയ പോലീസിന്റെ റിപ്പോർട്ടിൽ പോലീസ് ഇവരുടെ ജാമ്യാപേക്ഷ എതിർക്കുന്നുണ്ട്. പോലീസ് ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്നത് ആശുപത്രി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ ഇവർക്ക് ജാമ്യം നൽകരുത്, കോൺഗ്രസ് നേതാക്കൾക്ക് ജാമ്യം നൽകരുത് എന്നാണ്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് നേതാക്കൾ മോർച്ചറിയിലേക്ക് അതിക്രമിച്ച് കയറി ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരാമ്മയുടെ മൃതദേഹം ബലമായി പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പ്രതികൾ മൃതദേഹത്തോട് അനാദരവ് കാട്ടി, ഒപ്പം എതിർത്ത ആരോഗ്യ പ്രവർത്തകരെ തടയുകയും ചെയ്തു. ആശുപത്രി ജീവനക്കാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന കാര്യവുമാണ് പോലീസ് റിപ്പോർട്ടിൽ കോടതിയെ അറിയിക്കുകയും ചെയ്തത്. എന്തായാലും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിലും പ്രതികളുടെ, കോൺഗ്രസ് നേതാക്കളുടെ ജാമ്യാപേക്ഷയിലുമുള്ള വാദം ഇന്ന് പൂർത്തിയായി. ഇവരുടെ ഇടക്കാല ജാമ്യം നാളെ വരെ തുടരുകയും ചെയ്യും. നാളെ രാവിലെ 11 മണിക്കാണ് കോടതി നടപടികൾ ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ തന്നെ ഇക്കാര്യത്തിൽ ഒരു 11 മണിയോടുകൂടി ഈ ജാമ്യാപേക്ഷയിലും കസ്റ്റഡി അപേക്ഷയിലുമുള്ള ഒരു ഉത്തരവും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.